എൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുക. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: വായുടെ വക്രത നിന്നിൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിന്നിൽ നിന്ന് അകറ്റുക. സാത്താൻ ഒരു കുറ്റവാളിയും കവർച്ചക്കാരനുമാണെന്ന് ദൈവവചനം പറയുന്നു. സാത്താനെ അകറ്റി നിർത്തുവാൻ പാലിക്കുവാനുള്ള നിയമങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവ നിയമങ്ങൾ നമ്മൾ നടപ്പിലാക്കാത്തിടത്തോളം സാത്താൻ നമ്മളെ ഭയപ്പെടാറില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ ആശ്ചര്യപ്പെടുവാൻ ഒന്നുമില്ല. കാരണം സ്വാഭാവിക തലത്തിലും ഈ ഭൂമിയിലും ഇപ്രകാരം തന്നെയാണ് നിയമങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു നിയമമുണ്ട്. കുലപാതകർ, മോഷ്ടാക്കൾ, നിയമലംഘകർ, ഇവർക്കെതിരെയാണ് നിയമങ്ങൾ. നിയമങ്ങൾ നടപ്പിലാക്കാത്തിടത്തോളം നിയമലംഘനങ്ങൾ നടത്തുന്നവർ അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിർബന്ധിച്ച് നിയമം നടപ്പാക്കിയാലേ തീരുകയുള്ളൂ. സാത്താന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മനുഷ്യനെ കൊണ്ട് തുടരെ അവരുടെ പ്രശ്നങ്ങൾ സംസാരിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ മറക്കുകയും ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവിക നിയമങ്ങൾ നടപ്പിലാക്കുവാനുള്ള നിങ്ങളുടെ പരമാധികാരം നിങ്ങളുടെ വാക്കുകളിൽ കൂടെ തന്നെയാണെന്ന് സാത്താൻ നല്ലവണ്ണം തിരിച്ചറിയുന്നു. നിങ്ങളുടെ ജീവിതം ഒരു തോട്ടം പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തെ കാക്കേണ്ടത് വാക്കുകൾ കൊണ്ടാണ്. സാത്താൻ നിങ്ങളുടെ തോട്ടത്തിൽ കയറിയാൽ നിങ്ങൾക്ക് പറയാം, എൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും തെറ്റായ ദിശയിലേക്ക് ആക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അധികാരം സ്ഥാപിക്കുവാനും പിശാചിന് കഴിയും. സാത്താൻ ഒരു മോഷ്ടാവും കൊലപാതകനുമാണ്. അവന് അർഹതപ്പെടാത്തതാണ് അവൻ എടുക്കുന്നത്. അവന് എന്തെടുക്കാൻ സാധിക്കുമോ അവൻ അതെടുത്തിരിക്കും. നിങ്ങൾ അനുവദിക്കുന്നത് മാത്രമേ അവൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നത് അവൻ എടുത്തിരിക്കും. അതുകൊണ്ട് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് മോഷണം നടത്താതിരിക്കുവാൻ ദൈവവചനത്തിന്റെ അധികാരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിച്ചേ തീരൂ. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വായും ഇത് തന്നെ ചെയ്യുവാൻ ദൈവം കൊടുത്ത അധികാരം ഉപയോഗിച്ച് ദൈവിക നിയമം നടത്തുവാൻ അവരെ കുറിച്ച് ദൈവം പ്രതീക്ഷിച്ചിരുന്നു. ദൈവവചനത്തെ ചോദ്യം ചെയ്യുവാൻ സർപ്പത്തിലൂടെ സാത്താൻ സംസാരിച്ചപ്പോൾ, സാത്താനെ, നീ എൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകൂ എന്ന് കൽപ്പിക്കേണ്ടിയിരുന്നു. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും ചെയ്യുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മേൽ സംശയങ്ങൾ ഇടുമ്പോൾ സൗഖ്യമാകുമോ, വിവാഹം നടക്കുമോ, ജോലി ലഭിക്കുമോ, പ്രമോഷൻ ലഭിക്കുമോ, എൻ്റെ വരുമാനം വർദ്ധിക്കുമോ, എൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുമോ, എൻ്റെ ബന്ധങ്ങൾ ഭേദപ്പെടുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ സാത്താനോട് അവൻ്റെ കള്ളവും കാപട്യവും കൊണ്ട് എൻ്റെ ജീവിതത്തിന് പുറത്തു പോകുവാൻ കൽപ്പിക്കുക. എൻ്റെ തോട്ടത്തിൽ നിന്ന് നീ പുറത്തു കടക്ക സാത്താനെ. ഇത് നമ്മൾ എപ്രകാരം ചെയ്തെടുക്കും? നിങ്ങൾ വിശ്വസിക്കുന്ന വിഷയങ്ങളിൽ വചനം ഉദ്ധരിച്ചുകൊണ്ട് സംശയവും ഭയവും അവിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിയിൽ പോകുവാൻ കൽപ്പിക്കണം. ചിന്തകളെ ചിന്തകൾ കൊണ്ട് നേരിടാതെ ചിന്തകളെ എന്തു പറയുന്നു എന്ന് വചനമേറ്റു പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന്റെ നിലവാരത്തിൽ ചിന്തകളോട് ഇടപെടണം. നിങ്ങളുടെ ചിന്തകളുടെ മേൽ യേശുവിന്റെ രക്തം പുരട്ടണം. ദൈവികമല്ലാത്ത ചിന്തകൾ യേശുവിന്റെ രക്തം പുരട്ടുമ്പോൾ യുദ്ധക്കളത്തിൽ തനിയെ ഇല്ലാതെയായി പോകും. മോഷണത്തിന്റെയും അറപ്പിന്റെയും മുടിപ്പിന്റെയും വാക്കുകൾ കേൾക്കുവാൻ വിസമ്മതിക്കുക. അത് ഏറ്റുപറയുവാൻ വിസമ്മതിക്കുക. കേൾക്കുന്നതോ തോന്നുന്നതോ പറയാതെ ദൈവവചനം മാത്രം നിങ്ങൾ തുടരെ പറയണം. നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് തുടരെ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ തോട്ടത്തിൽ നിന്ന്
വെളിയിൽ പോകൂ എന്ന് കൽപ്പിച്ചാൽ വചനം പറയുന്നത് പോലെ ദുഷ്ടന് ഓടിപ്പോയാലേ പറ്റുകയുള്ളൂ. ഇന്ന് നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കാം. പ്രകോപനം കൊള്ളുന്ന വാക്കുകൾ സംസാരിക്കാതെ വിശ്വസിക്കുന്നത് മാത്രം സംസാരിക്കുക. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ദൈവവചനത്തിൽ നിന്ന് ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് മുഖാന്തരം എല്ലാ വിഷയത്തിലും കർത്താവായ യേശുവിന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. നിങ്ങൾ പറയണം, ഞാൻ ഭയപ്പെടുവാനോ സംശയിക്കുവാനോ വിസമ്മതിക്കുന്നു എന്ന് പറയണം. കർത്താവ് എന്നോടുകൂടെ ഉള്ളതിനാൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനാൽ ഒരു ദോഷവും എന്നിൽ വരികയില്ല, എന്റെ സാഹചര്യത്തിൽ വരികയില്ല. വിശ്വാസം മൂലം ഇന്ന് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോട് പറയും. നിങ്ങളുടെ ഹൃദയത്തില്, നിങ്ങളുടെ ഉള്ളില് ആ ശബ്ദം ബലത്തോടെ വളരെ വ്യക്തമായിട്ട് കേൾക്കുവാൻ ഇന്ന് സാധിക്കും. വിശ്വാസത്തിന്റെ ഒരു കാൽച്ചുവട് വെക്കാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ എവിടെയാ സഹായിക്കേണ്ടത് അത് എഴുതി വെക്കുക. അതിനാവശ്യമായ തിരുവെഴുത്തുകൾ വായിച്ച് ധ്യാനിച്ച് കണ്ടെത്തുക. കളവുകൾ കേൾക്കുമ്പോൾ, സാത്താന്റെ കളവുകൾ നിങ്ങളുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ, സാത്താന്റെ കളവുകൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ കൂടെ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ കൂടെ കേൾക്കുമ്പോൾ, ഈ വാഗ്ദത്തങ്ങൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പ്രസ്താവിച്ചും പ്രഖ്യാപിച്ചും ഉന്നത നിലവാരത്തിലേക്ക് ഇന്നുയരുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ.